പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കെ ഇറാനുമേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇറാന്റെ പരമോന്നത നേതാവ് മുജതബ ഖമേനിയുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ അലി അൻസാരിയെയും മറ്റ് 13 വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്ക സാമ്പത്തിക വിലക്ക് ഏർപ്പെടുത്തി. ഇറാൻ ഭരണ നേതൃത്വത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചത്. ഇറാൻ-US സംഘർഷം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രൂക്ഷമായതിനിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം. IRGCക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി അലി അൻസാരിക്കെതിരായ ആരോപണം. നേരത്തെ ബ്രിട്ടനും അൻസാരിക്കെതിരെ സമാനമായ രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പൊതുപണം ദുരുപയോഗം ചെയ്ത അൻസാരി വിദേശ രാജ്യങ്ങളിൽ വൻതോതിൽ റിയൽ എസ്റ്റേറ്റ് വാണിജ്യ നിക്ഷേപങ്ങൾ നടത്തിയെന്നാണ് USന്റെ വാദം. US ഉപരോധം മറികടന്ന ഇറാനിയൻ ബാങ്കുകൾക്കായി കോടിക്കണക്കിന് ഡോളറിന്റെ വിദേശ നാണയ ഇടപാടുകൾ നടത്തുന്ന ഇറാന്റെ 3 മണി എക്സ്ചേഞ്ച് ഹൌസുകളെയും അമേരിക്ക ലക്ഷ്യമിട്ടു. ഹോങ്കോങ്, UAE എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഷെൽ കമ്പനികളെയും US ട്രഷറി വിഭാഗം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിക്കോട്ട് വ്യക്തമാക്കി. ഖത്തർ, സൗദി അറേബ്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് ഉപരോധം. അതേസമയം ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എങ്കിലും ഇറാനുമായി ചർച്ചകൾ തുടരാൻ തയ്യാറാണെന്നും ട്രംപ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നെങ്കിലും അടുത്ത കാലത്ത് ഇരു രാജ്യങ്ങളും ഒരു സമാധാന കരാറിലെത്താൻ സാധ്യതയില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. അലി അൻസാരിയുമായുള്ള ബന്ധമുള്ള സെന്റ് കിറ്റ്സ് ആൻഡ് നെവിസ് ആസ്ഥാനമായ സ്മാർട്ട് ഗ്ലോബൽ ലിമിറ്റഡ്, ഹോങ്കോങ് ആസ്ഥാനമായ CDM ട്രേഡിംഗ് ലിമിറ്റഡ്, UAE നഭ, അൽസാഖി റോ മെറ്റീരിയൽ ട്രേഡിംഗ് എന്നിവയും പട്ടികയിലുണ്ട്. ഈ ഉപരോധത്തിലൂടെ അലി അൻസാരിയുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും അമേരിക്കയിലുള്ളതോ US നിയന്ത്രണത്തിലുള്ളതോ ആയ എല്ലാ സ്വത്തുക്കളും മരവിപ്പിക്കപ്പെടും. ഉപരോധം ബാധിച്ചവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരെയും കമ്പനികളെയും വിലക്കിയിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ മുൻപുണ്ടാക്കിയ താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇറാന്റെ അഭ്യർത്ഥന മാനിച്ച് ചർച്ചകൾ തുടരാൻ അമേരിക്ക സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു. ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഖത്തറിൽ നിന്നുള്ള മധ്യസ്ഥർ ഇറാനിലെത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ അറിവോടെയാണ് ഖത്തർ പ്രതിനിധികളുടെ സന്ദർശനമെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും സമാധാന ചർച്ചകളിലേക്ക് മടങ്ങാനാണ് ഖത്തർ ലക്ഷ്യമിടുന്നത്. അതിനിടെ അമേരിക്ക ഇസ്രയേൽ സൈനിക ആക്രമണങ്ങളിൽ തകർന്നു തരിപ്പണമായ തങ്ങളുടെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾ ഇറാൻ അതിവേഗം പുനർനിർമ്മിക്കുന്നതായി റിപ്പോർട്ട്. ജിയോ സ്പെഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ വാൻഡർ പുറത്തുവിട്ട പുതിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന രഹസ്യ നീക്കങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയിരിക്കുന്നത്. ആക്രമണങ്ങൾക്ക് ശേഷം ഈ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള അറ്റകുറ്റപ്പണികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നതായി ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. ടെഹ്റാന് തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പാർച്ചിൻ സൈനിക സമുച്ചയത്തിലെ തലേഗാൻ 2 എന്ന സൗകര്യത്തിലാണ് അറ്റകുറ്റപ്പണികൾ സജീവമായി നടക്കുന്നത്. ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലമാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജൂൺ 22 മുതൽ ജൂലൈ 7 വരെയുള്ള ചിത്രങ്ങളിൽ ആഘാതകർത്തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യക്തമാണ്. ഇസ്ഫഹാൻ നഗരത്തിന് സമീപമുള്ള പിക്കാക്സ് പർവ്വതത്തിലെ ഭൂഗർഭ ആണവ കേന്ദ്രത്തിലും സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ പ്രാബല്യത്തിലിരിക്കുമ്പോഴും തുരങ്ക കവാടങ്ങളിലൂടെ വാഹനങ്ങൾ നിരന്തരം വന്നുപോകുന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളും ഘടനകളും പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇറാൻ വലിയ ശ്രമമാണ് നടത്തുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാനിൽ അധികൃതരോ അന്താരാഷ്ട്ര പരിശോധകരോ ഈ നിർമ്മാണങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ മേഖലയിൽ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാന്റെ ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ലോകരാജ്യങ്ങളെ വീണ്ടും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാൻ പുറത്തുവിടാത്ത നീക്കങ്ങൾ മേഖലയിലെ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിച്ചേക്കും. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണെന്ന സൂചനയാണ് ഇറാൻ ഈ നിർമ്മാണങ്ങളിലൂടെ നൽകുന്നത്. വരും നാളുകളിൽ ഈ കേന്ദ്രങ്ങൾ വീണ്ടും സജീവമായാൽ അത് കൂടുതൽ നയതന്ത്ര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നത് തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.